കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം. എന്നാൽ സുരക്ഷാ ഭീഷണികൾക്കിടയിലും കുവൈറ്റിലെ ദൈനംദിന ജീവിതം സാധാരണ നിലയിലാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുവൈറ്റിലെ മത്സ്യവിപണികൾ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും പ്രാദേശിക ലഭ്യതയും ഉറപ്പാക്കി ഭക്ഷ്യസുരക്ഷയിൽ തന്നെ കരുത്തുകാട്ടുകയാണ് കുവൈറ്റ്. വിളികളാൽ മുഖരിതമാണ് മാർക്കറ്റ്. ആക്രമണ ഭീഷണിയെ തുടർന്ന് വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും വിപണിയിൽ മീൻ സുലഭമാണ്. പ്രാദേശിക മത്സ്യബന്ധന ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിന് ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും വലിയ ലഞ്ചുകൾ വഴി ടൺ കണക്കിന് മത്സ്യമാണ് ഓരോ ദിവസവും കരയ്ക്കടുക്കുന്നത്. പ്രാദേശിക ഉൽപാദനത്തിന്റെ കുറവ് നികത്തുന്നത് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ്. സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രക്കുകൾ തടസ്സമില്ലാതെ കുവൈറ്റിലേക്ക് എത്തുന്നു. നോർവീജിയൻ സാൽമൺ, ടർക്കിഷ് സിബാർസ്, ഒമാനി കൊഞ്ച് എന്നിവയെല്ലാം വിപണിയിൽ സജീവമാണ്. യുദ്ധസമാനമായ സാഹചര്യമുണ്ടായാലും കരമാർഗമുള്ള വിതരണ ശൃംഖല സുരക്ഷിതമാണെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്ത വിലക്കയറ്റം ഇല്ല എന്നതാണ്. ജനപ്രിയ ഇനങ്ങളായ ഷാം, നക്രൂർ എന്നിവയ്ക്ക് പഴയ വില തന്നെ തുടരുന്നു. 10 കിലോ ഷാം മീനിന് 40 ദിനാർ എന്ന നിരക്കിലാണ് വിൽപ്പന. ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ കുവൈറ്റ് ഭരണകൂടം വിജയിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കാഴ്ചകൾ. ആകാശത്ത് ഡ്രോണുകൾ വട്ടമിടുമ്പോഴും താഴെ വിപണികൾ സജീവമാണ്. ജനജീവിതം സുരക്ഷിതവും. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്.